ഹായ്, വെൽക്കം ടു മല്ലൂസ് കാർസ്. നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് 10 വാഹനങ്ങളാണ്. 10ഉം ലോ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും താഴ്ന്ന പ്രൈസിൽ വരുന്ന വാഹനങ്ങളാണ്. ഫോർഡിന്റെ ഫിഗോ ഡീസൽ 2011 മോഡൽ വരുന്നുണ്ട്. റെനോൾട്ടിന്റെ പൾസ് 2013 മോഡൽ വരുന്നുണ്ട്. മാരുതി 800 2005 മോഡൽ വരുന്നുണ്ട്. അൾട്ടോ LX 2007 മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അൾട്ടോ LXi 2010 മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അൾട്ടോ വരുന്നുണ്ട് 2010 മോഡൽ LXi ആണ്. വാഗണാർ VXi 2013 മോഡൽ വരുന്നുണ്ട്. ഷെവർലെയുടെ സ്പാർക്ക് 2008 മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2011 മോഡൽ ഷെവർലെയുടെ ബീറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2015 മോഡൽ റെഡ്സ് സിംഗിൾ ആർഷോൺഷിപ്പിൽ വരുന്ന VDI. ഈ പറഞ്ഞ എല്ലാ വാഹനത്തിന്റെയും ഡീറ്റെയിൽസും വിലയും പ്രൈസും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതാത് ഓണറുടെ നമ്പർ മേലെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണർ സെയിലാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, അതാത് വാഹനത്തിന്റെ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞാൽ 2011 മോഡൽ ഫോർഡിന്റെ ഫിഗോ ആണ്. 2011 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത്. ഫിഗോ ടൈറ്റാനിയം ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ ഡീസലാണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ മാനുവൽ വേരിയന്റ് ആണ്. ഓണർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർ സർവീസുകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ക നീറ്റ് ആൻഡ് കണ്ടീഷനുള്ള വാഹനമാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. വില ഉദ്ദേശിക്കുന്നത് 1,35,000 രൂപയാണ്. അത് ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ് ഈ വാഹനം. അതുപോലെ തന്നെ യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2011 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനം 2011 മോഡലാണ്. അതുപോലെ തന്നെ വില ഉദ്ദേശിക്കുന്നത് 1,30,000 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. അടുത്ത വാഹനം വരുന്നത് 2013 മോഡൽ റെനോൾട്ടിന്റെ പൾസ് ആണ്. പൾസ് ഡീസൽ മാനുവൽ ഓപ്ഷൻ ആണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. 2013 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം. ഈ വാഹനം സഞ്ചരിച്ചത് 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനം ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC, പവർ സ്റ്റാരിങ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, ABS, അതുപോലെ തന്നെ അലോയ് വീലുകൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് മീനച്ചിലാണ്. ഈ വാഹനത്തിന്റെ നിസാന്റെ മൈക്രയുടെ അതേ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,25,000 രൂപയാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2013 മോഡൽ റെനോൾട്ടിന്റെ പൾസാണ്, ഡീസലാണ് വേരിയന്റ് വരുന്നത്. അടുത്ത വാഹനം വരുന്നത് 2005 മോഡൽ മാരുതി 800 ആണ് വരുന്നത്. MPFI എഞ്ചിനാണ് ഈ വാഹനം. ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. 2026 വരെ പേപ്പറുള്ള വാഹനമാണ്. അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസും ഈ വാഹനത്തിനുണ്ട്. ഈ വാഹനം സഞ്ചരിച്ചത് 88,000 കിലോമീറ്റർ ആണ്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അതുപോലെ യാതൊരു പാച്ച് വർക്കുകളൊന്നും ഇല്ലാത്ത വാഹനമാണ്. 2005 മോഡലാണ്. അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കുക. മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 48,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2007 മോഡൽ അൾട്ടോ ആണ്. LXi ആണ് വേരിയന്റ് വരുന്നത്. 2007 രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 69,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിനാണ്, ഫുൾ സർവീസിലാണ് ഈ വാഹനം. അതുപോലെ തന്നെ 2027 വരെ റിന്യൂഡ് പേപ്പറുള്ള വാഹനമാണ്. അതുപോലെ തന്നെ പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട്. നല്ല ഗുഡ് കണ്ടീഷൻ വരുന്ന വാഹനമാണ്. വാഹനം വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 67,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് കോട്ടയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2007 മോഡൽ ആൾട്ടോ LXi, വില ഉദ്ദേശിക്കുന്നത് 67,000 രൂപ. അടുത്ത വാഹനം 2010 മോഡൽ അൾട്ടോ LXi ആണ് വേരിയന്റ് വരുന്നത്. 2010 രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 89,000 കിലോമീറ്റർ ആണ്. അത് ജെനുവിനാണ്. അതുപോലെ തന്നെ ഫുൾ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. യാതൊരു പാച്ച് വർക്കോ മേജർ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70% ടയർ ഭാഗങ്ങളുണ്ട്. പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 1,23,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം തിരൂരങ്ങാടിയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2010 മോഡൽ അൾട്ടോ LXi ആണ്. വില ഉദ്ദേശിക്കുന്നത് 1,23,000 രൂപ. അടുത്ത വാഹനം വരുന്നത് 2010 മോഡൽ അൾട്ടോ തന്നെയാണ്. അൾട്ടോ LXi ആണ് വേരിയന്റ് വരുന്നത്. 2010 രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ കിലോമീറ്റർ 62,000 കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചത്. RC ഓണർ വരുന്നത് സെക്കൻഡ് RC ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് യാതൊരു ആക്സിഡന്റ് ഹിസ്റ്ററിയോ പെട്ടോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്.
ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ്. വില ഉദ്ദേശിക്കുന്നത് 1,35,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2010 മോഡൽ ആൾട്ടോ LXi സെക്കൻഡ് ആർഷോൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. അതിന്റെ കിലോമീറ്റർ 62,000 കിലോമീറ്റർ. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 1,35,000 രൂപ. അടുത്ത വാഹനം വരുന്നത് 2013 മോഡൽ വാഗണാർ ആണ്. ഈ വാഹനം 2013 രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനം വാഗണാർ VXi ആണ് ഓപ്ഷൻ വരുന്നത്. 82,000 കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചത്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ലാത്ത വാഹനമാണ്. പുതിയ ഇൻഷുറൻസ് ഈ വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗം എല്ലാം ആവറേജ് ആണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ്. അപ്പോൾ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,75,000 രൂപയാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. 2013 മോഡൽ വാഗണാർ VXi ആണ് ഓപ്ഷൻ വരുന്നത്. വില ഉദ്ദേശിക്കുന്നത് 2,75,000 രൂപ. അടുത്ത വാഹനം വരുന്നത് ഷെവർലയുടെ ബീറ്റ് ആണ്. LT ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഫുൾ ഓപ്ഷൻ ആണ് ഈ വാഹനം. 2011 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 80,000 കിലോമീറ്റർ ആണ്. യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. അതുപോലെ ഈ വാഹനത്തിന്റെ ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ അലോയ് വീലുകൾ ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. റിയൽ വൈപ്പർ വരുന്നുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്. ലെതർ സീറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 1,20,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ ലൊക്കേഷൻ വരുന്നത് കോട്ടയാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വരുന്ന ഒരു ബീറ്റിലാണ്. അടുത്ത വാഹനം വരുന്നത് മാരുതി സുസുക്കിയുടെ റിഡ്സ് ആണ്. 2015 രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം. VDI മിഡിൽ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ 80,000 കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചത്. ഈ വാഹനം സിംഗിൾ ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനത്തിന് യാതൊരു റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഒന്നുമില്ലാത്തൊരു വാഹനമാണ്. ഫുൾ കമ്പനി സർവീസുള്ള വാഹനമാണ്. അപ്പോൾ തന്നെ ഈ വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില 2,90,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2015 മോഡൽ റിഡ്സ് VDI 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതുപോലെ തന്നെ സിംഗിൾ ആർഷോൺഷിപ്പിലുള്ള വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 2,90,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2008 മോഡൽ ഷെവർലയുടെ സ്പാർക്കാണ് മോഡൽ വരുന്നത്. 2008 രജിസ്ട്രേഷൻ ആണ് വാഹനം. അതുപോലെ തന്നെ 2028 വരെ പേപ്പറുള്ള റിന്യൂവൽ പേപ്പറുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ തേർഡ് ആർഷോൺഷിപ്പിലാണ് നിലവിലുള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 85,000 കിലോമീറ്റർ ആണ്. അപ്പോൾ തന്നെ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. വില ഉദ്ദേശിക്കുന്നത് 65,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.